Hi friends, it's me Amlus. Welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ഹാങ്ങിങ് ഐഡിയ ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബിയർ ബോട്ടിലാണ് നമ്മൾ ഇന്ന് ഹാങ്ങിങ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബിയർ ബോട്ടിലും അതേപോലെ ഇതേപോലുള്ള ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിംഗ് ത്രെഡാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹാങ്ങിങ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നല്ല ത്രെഡാണ് കേട്ടോ, ഇത് നല്ല ത്രെഡാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ബോട്ടിലിൻ്റെ നെക്കില്ലേ, ബോട്ടിലിൻ്റെ നെക്കിലേക്ക് നമുക്ക് ആദ്യമേ ഇതേപോലെ ഒന്ന് റൗണ്ടിൽ എടുത്തിട്ടൊന്ന് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു വട്ടത്തിലേക്ക് നമ്മൾ ത്രെഡ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് കെട്ടിടുമ്പം നമ്മൾ ഇതുപോലെ ഒരു വിരൽ കണ്ടു, ഒരു വിരൽ കയറാവുന്ന പോലെ ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കെട്ടിടുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഊരി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതിൻ്റെ നെക്കിലേക്ക് തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ ബിയർ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കാണ് നമ്മളുടെ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വള്ളികളെല്ലാം നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ത്രെഡ് എടുക്കണം. അപ്പോൾ നമ്മളുടെ ഈ കുപ്പിയുടെ അത്രയും തന്നെ നീളത്തിൽ ഇതേപോലെ രണ്ടായിട്ട് മടക്കി നമ്മളൊന്ന് ത്രെഡ് എടുക്കണം കണ്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് രണ്ടാക്കി മടക്കിയിട്ട് നമ്മളുടെ ത്രെഡ് ഇതുപോലെ മടക്കി എടുക്കുക. നമുക്ക് അത്രയും നീളം വേണ്ടി വരും. അപ്പം അതുപോലെ ഒന്ന് മടക്കി നമുക്ക് ഒരു പീസ് എടുക്കണം. അതേ നീളത്തിൽ നമുക്ക് 4 പീസ് ത്രെഡ് വേണം മുഴുവനായിട്ട് കണ്ടോ. ഇപ്പോൾ 2 മടക്കായിട്ടാണ് ഇട്ടേക്കുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. 2 മടക്കായിട്ടാണ് നമ്മൾ ത്രെഡ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ കുപ്പിയുടെ നീളത്തിനുണ്ട്. ഇതേപോലെ 4 പീസ് ത്രെഡ് നമുക്ക് വേണം. അപ്പോൾ ഇതുപോലെ ഞാൻ 4 പീസ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരേ നീളത്തിൽ 4 ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡ് ഇതേപോലെ മടക്കിയതിന് ശേഷം ഇതേപോലെ മടക്കുക. നമ്മളെ നെക്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഈ ത്രെഡിനുള്ളിലൂടെ നമ്മളുടെ ഈ നമ്മൾ കട്ട് ചെയ്ത പോർഷനല്ലേ അത് കടത്തി ഈ ത്രെഡിനുള്ളിലൂടെ കയറ്റി ഇതേപോലെ വലിച്ചു കൊടുക്കുക. കണ്ടോ, മനസ്സിലായില്ലേ? നോക്കുക, ചെയ്തത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ കടത്തിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ അടുത്ത ത്രെഡും ഇതേപോലെ മേളിലത്തെ ഭാഗം നമ്മൾ ത്രെഡിനുള്ളിലൂടെ കടത്തിയിട്ട് നമ്മൾ ഇതിനുള്ളിലൂടെ കടത്തി ഇങ്ങോട്ട് വലിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിക്കോളും. ത്രെഡ് നന്നായിട്ട് ടൈറ്റ് ആക്കി എടുക്കുക. അപ്പം നമ്മൾ 2 എണ്ണം ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം 4 ത്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഞാൻ 4 എണ്ണം ഇതുപോലെ ഒന്ന് കടത്തി ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 2 നമ്മൾ 2 എണ്ണമാക്കി മടക്കിയല്ലേ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഒരു വള്ളിയിൽ നിന്നും അതിൻ്റെ തൊട്ടപ്പുറത്തെ വള്ളിയിൽ നിന്ന് ഇതേപോലെ ഓരോ ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളെപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളുടെ നോട്ട് എപ്പോഴും നല്ലതായിട്ട് ടൈറ്റായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അതൊരു അഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതുകൊണ്ട് ഇതേപോലെ നമ്മൾ ഈ 2 ത്രെഡുകളല്ല എടുക്കേണ്ടത്, നമ്മളുടെ ഇപ്പുറവശത്തേക്കുള്ള 2 ത്രെഡുകളാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ത്രെഡ് ഇട്ട് അതേ നീളത്തിൽ തന്നെ നമ്മൾ അടുത്തതും ഇതേപോലെ 2 ത്രെഡും നോട്ടിട്ട് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 തവണ നോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എങ്കിലേ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. നല്ലപോലെ 2 തവണ ഇതേപോലെ കെട്ടിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 നോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വശത്തേത് നമ്മൾ അടുത്ത നോട്ട് ഇതുപോലെ ചെയ്യാൻ പോവുകയാണ്. അപ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 ത്രെഡ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നോട്ടിട്ട് കൊടുക്കുക.
അപ്പോൾ ഈ ത്രെഡ് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ. നല്ല നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അധികം കൈയൊന്നും വേദനിക്കാതെ നല്ല ഭംഗിയുമായിരിക്കും ഇത് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നാലാമത്തേതും ഇതേപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഞാൻ ഒരു ലെയർ ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ലെയർ. ഇനി നമുക്ക് വീണ്ടും സെക്കൻഡ് ലെയർ ചെയ്യണം. അപ്പോൾ അടുത്ത ലെയറിലേക്ക് നമുക്ക് നടക്കാം. അപ്പോൾ അടുത്ത ലെയർ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ 2 ത്രെഡുകൾ ഇതുപോലെ എടുത്ത് വേണം നോട്ടിടാൻ. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് പോലെ വരും. കണ്ടോ? നമ്മൾ ഡയമണ്ട് ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ നമ്മൾ ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ വീണ്ടും കുറച്ച് താഴത്തേക്കാക്കി നോട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും രണ്ടാമത്തെ ലെയർ ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ഇടുമ്പോൾ എപ്പോഴും ടൈറ്റാക്കി കൊടുക്കണം. പിന്നെ അതേപോലെ നമ്മുടെ നോട്ടുകളുടെ നീളം എപ്പോഴും എല്ലാം ഒരേപോലെ ആയിരിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ എല്ലാ ലെയറുകളും ഇതേപോലെ ചെയ്തെടുക്കണം. താഴെ വരെ നമുക്ക് ലെയറുകൾ ചെയ്തെടുക്കാം. അപ്പം ഒരു 3-4 ലെയറൊക്കെ കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം 3 ലെയർ ആണെങ്കിലും മതി. നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് ലെയറുകൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ലെയറുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയറാണ് നമുക്ക് വരുന്നത്. ലാസ്റ്റ് ലെയറും കൂടി ഇതുപോലെ ഒന്ന് നമുക്ക് നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ത്രെഡ് എടുത്തപ്പം കുറച്ച് ലെങ്ത് കുറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ത്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളുടെ കുപ്പിയുടെ ഫുൾ ലെങ്തിനേക്കാളും കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എപ്പോഴും ത്രെഡ് എടുക്കാൻ നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിരുന്നത് കുപ്പിയുടെ അതേ ലെങ്തിലാണ് എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഒന്ന് കെട്ടി വെക്കാനായിട്ടുള്ളൊരു നീളം നമുക്ക് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വേറെ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനതും കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് നീളത്തിൽ ത്രെഡ് എടുത്ത് നമുക്ക് താഴത്തേക്ക് എങ്ങനെയാണ് കെട്ടുന്നതെന്നും കൂടി ഞാൻ വേറെ കുപ്പിയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നീളം ഒക്കാഞ്ഞതുകൊണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാ നോട്ട്സും നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ലാസ്റ്റ് താഴെ റൗണ്ടിൽ നമ്മൾ നമ്മുടെ ത്രെഡ് ഒന്നുകൂടെ റൗണ്ടിൽ ഒന്ന് കെട്ടിക്കൊടുക്കണം. അതായത് നമ്മൾ നെക്കിൽ കെട്ടിയില്ല ആദ്യമേ, അതേപോലെ തന്നെ നമുക്ക് താഴെ റൗണ്ടിൽ ഒന്നുകൂടെ കെട്ടിക്കൊടുക്കാം. കാണിച്ചു തരാം. റൗണ്ടിൽ ഇതേപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് ഒറ്റ ലെയറിൽ മതി, ഒറ്റ ലെയർ ത്രെഡ് എടുക്കുക. നമുക്ക് ഏറ്റവും അടിവശത്തായിട്ട് ബോട്ടം വശത്തായിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് ത്രെഡ് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ ഊരിയെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ നമ്മൾ ബോട്ടത്തിൽ ഇതുപോലെ റൗണ്ടിൽ ചെയ്ത് കൊടുത്തില്ലേ, നമ്മൾ റൗണ്ടിൽ കെട്ടിക്കൊടുത്ത് ആ ത്രെഡിലേക്ക് നമ്മുടെ എല്ലാ ത്രെഡുകളുടെയും തുമ്പ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. നമുക്ക് നല്ലതായിട്ട് താഴേക്ക് വലിഞ്ഞ് നിൽക്കണം. അപ്പോൾ അതുപോലെ വലിച്ച് നമ്മുടെ റൗണ്ടിൽ ഫുള്ളായിട്ടും എല്ലാ നോട്ട്സിൻ്റെയും തുമ്പുകളും കെട്ടിക്കൊടുക്കുക.
നോട്ട്സുകളെല്ലാം നല്ല ടൈറ്റായിരിക്കണം കേട്ടോ. എപ്പോഴും നമ്മുടെ എല്ലാ നോട്ട്സും നന്നായിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് താഴെ വരുന്നതും നെക്കിൽ വരുന്നതൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ വിട്ടുപോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഒരു ത്രെഡ് ഒന്നുകൂടെ ഒന്ന് റൗണ്ടിൽ കെട്ടിക്കൊടുക്കണം. നമ്മളെ നെക്കിൽ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഹെഡിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ കൊടുക്കാം. അപ്പോൾ അതിനുള്ളിലൂടെ നമുക്ക് 2 ത്രെഡ് കൂടെ കടത്തേണ്ടതാണ്. പക്ഷേ അതിനുള്ള ഗ്യാപ്പൊന്നും ഇടണ്ട, കാരണം ഇത് ഊരി പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇനി നമുക്ക് ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു അത്യാവശ്യം നീളത്തിന് നമ്മൾ ത്രെഡ് ഒന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ ആ ത്രെഡ് ഇതുപോലെ മടക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് പീസസ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ത്രെഡ് 2 പീസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ നമ്മളുടെ 4 ത്രെഡുകൾ ഹാങ് ചെയ്തില്ലേ നെക്കിൽ, അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ 2ആക്കി മടക്കുക. നമ്മളുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ കടത്തിയ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും കടത്തി മുകളിലേക്ക് വലിച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിന്നോളൂ അത്. അപ്പോൾ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഹാങ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകം ഇവിടുത്തെ നമ്മളിട്ടേക്കുന്ന ആ റൗണ്ടിലുള്ള ത്രെഡ് നല്ല ടൈറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഹാങ് വരുമ്പോഴത്തേക്കുവേ ഊരി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുക. അപ്പോൾ നമ്മളിതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പം അടുത്ത ഒരു കുപ്പിയിൽ ഇതേപോലെ ഫുള്ള് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ത്രെഡ് എടുത്തപ്പോൾ നല്ല നീളത്തിലാണ് ത്രെഡ് എടുത്തത്. നല്ല നീളം എന്ന് പറയുമ്പോൾ നമ്മളുടെ കുപ്പിയുടെ നീളത്തിനേക്കാളും കുറച്ചുകൂടി അത്യാവശ്യം എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ത്രെഡ് എടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ താഴത്തേക്ക് ഇതേപോലെ നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. നമ്മൾ നോട്ട്സ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ അങ്ങനെ നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നോട്ട്സ് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെയാണ് നോട്ട്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ കുപ്പി ഇതേപോലെ പിടിച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് വലിഞ്ഞു വരും നോട്ട്സ് എല്ലാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ത്രെഡ് എടുത്ത് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ത്രെഡെല്ലാം വലിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നോട്ട്സ് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുമ്പോഴേ നമ്മളുടെ ആ ഭംഗി കിട്ടത്തുള്ളൂ. നമ്മൾ അയഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭംഗി കിട്ടത്തില്ല. അപ്പം എപ്പോഴും ടൈറ്റാക്കി തന്നെ നിർത്താൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ നോട്ട്സ് എല്ലാം നന്നായിട്ട് വലിഞ്ഞ് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ താഴത്തെ വശത്തേത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അല്ലാതെ ആദ്യം ചെയ്ത പോലെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ത്രെഡിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, അപ്പോൾ ഇതേപോലെയാണ് വരുന്നത്. ഇതിൻ്റെയും നമ്മളുടെ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഹാങ് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യമേ ചെയ്തിരുന്നില്ലേ, അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോട്ടിലിൽ ഹാങ് ചെയ്തില്ലേ, ഹാങ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഹാങ്ങിങ്ങിനുള്ളത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ബോട്ടിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാനിതിൽ ഒരു ചെടിയൊക്കെ, നമ്മുടെ വാട്ടർ പ്ലാന്റ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടാണ് ഹാങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ കുപ്പികൾ, നല്ല കളർഫുള്ളായിട്ടുള്ള കുപ്പികൾ, അപ്പോൾ ഞാൻ 3 കളറിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ഈ കുപ്പികളൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് അതുപോലെ ഇത് കളക്ട് ചെയ്ത് നന്നായിട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.